ഏത് പട്ടണത്തിലോ ഗ്രാമത്തിലോ കടക്കുമ്പോൾ അവിടെ യോഗ്യനാരെന്ന് അന്വേഷിപ്പൻ, പുറപ്പെടുവോളം അവിടെ തന്നെ പാർപ്പൻ. നമ്മളൊരു ദേശത്തിലേക്ക് ചെല്ലുമ്പോൾ അവിടെ ക്രിസ്തുവിനെ അറിഞ്ഞ് യേശുവിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയുടെ മുമ്പിലേക്ക് നമ്മൾ ചെല്ലുക, എന്നിട്ട് അവിടെ താമസിക്കുവൻ എന്നാണ് പറയുന്നത്. പുറപ്പെടുവോളം അവിടെ തന്നെ പാർപ്പൻ, അവിടെ തന്നെ നമ്മൾ വസിക്കുക. ഏതെങ്കിലുമൊക്കെ ദേശത്ത് ചെല്ലുമ്പോൾ നമ്മൾ ആ വീട്ടിൽ, ആ ഭവനത്തിൽ യേശുവിന്റെ നാമത്തിൽ നമ്മൾ അവിടെ പാർക്കുക. ആ വീട്ടിൽ ചെല്ലുമ്പോൾ അതിന് വന്ദനം പറയുവൻ. വീട്ടിന് യോഗ്യത ഉണ്ടെങ്കിൽ നിങ്ങളുടെ സമാധാനം അതിന്മേൽ വരട്ടെ. ഹല്ലേലൂയ, സ്തോത്രം. യോഗ്യത ഇല്ല എന്ന് വരികിൽ സമാധാനം നിങ്ങളിലേക്ക് മടങ്ങി പോരട്ടെ. നമ്മൾ ചെന്നേക്കുന്നത് കർത്താവിന്റെ വേല ചെയ്യുന്നവരാണ്. ഹല്ലേലൂയ, നമ്മൾക്ക് അവിടെ പാർക്കണം എന്നുള്ളത് അവരറിഞ്ഞിട്ടും നമ്മളെ അവർ കൈക്കൊള്ളാതിരുന്നാൽ, നമ്മളെ കൈക്കൊണ്ടാലാണ് ആ വീടിന് യോഗ്യതയുള്ളതായി തീരുന്നത്. അവന്റെ മറ്റ് അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങളോ ആ വീടിന്റെ വലിപ്പമോ അവന്റെ പണമോ ശേഷിയോ ഇതൊന്നുമല്ല യോഗ്യതയായിട്ട് കാണുന്നത്. കർത്താവിന്റെ നാമത്തിൽ വരുന്ന ഒരുവനെ കൈക്കൊള്ളുന്ന വീടിനാണ് ആ യോഗ്യത ഉള്ളത്. യോഗ്യതയുണ്ടെങ്കിൽ ആ നമ്മൾ കൊടുക്കുന്ന സമാധാനം, ക്രിസ്തുവിന്റെ സമാധാനം, യേശുവിന്റെ പൂർണ്ണമായ സമാധാന ഭവനത്തിന്മേൽ വരും. യോഗ്യതയില്ല എന്ന് വരികിൽ സമാധാനം നിങ്ങളിലേക്ക് മടങ്ങിപ്പോരട്ടെ. ഹല്ലേലൂയ, ഓ സ്തോത്രം കർത്താവേ. ഒരു വലിയൊരു വാക്ക് തന്നെയാണത്. ആമേൻ, സ്തോത്രം. അപ്പൊ നമ്മുടെ നന്മ, ഒരു ഭവനത്തിന്റെ നന്മയെ അവിടേക്ക് കയറി വരുന്ന ഒരു ക്രിസ്തുവിനിൽ ജീവിക്കുന്ന, ഹല്ലേലൂയ, മറ്റ് കാര്യങ്ങളൊന്നും കരുതാതെ ക്രിസ്തുവിന് വേണ്ടിയിട്ട് അങ്ങനെ തന്നെ നിൽക്കുന്ന ഒരു വ്യക്തിയെ ആ ഭവനത്തിൽ നമ്മൾ കൈക്കൊള്ളണം. ഹല്ലേലൂയ. ഇനി കൈക്കൊണ്ടില്ല എങ്കിൽ ആ ഭവനത്തിന് അതിനുള്ള അർഹതയില്ല, യോഗ്യതയില്ല. കർത്താവ് തന്നെയാണ് ഇത് പറയുന്നത്. യോഗ്യതയില്ല എങ്കിൽ ആ ഭവനത്തിന്റെ സമാധാനം നമ്മളോടുകൂടെ ഇനി തിരികെ പോരും. ആരെങ്കിലും നിങ്ങളെ കൈക്കൊള്ളാതെയും നിങ്ങളുടെ വചനങ്ങളെ കേൾക്കാതെയും ഇരുന്നാൽ ആ വീടോ പട്ടണമോ വിട്ടുപോകുമ്പോൾ നിങ്ങളുടെ കാലിലെ പൊടി തട്ടിക്കളയുവിൻ. അപ്പൊ നമ്മളൊരു ഭവനത്തിൽ ചെല്ലുന്നു, അവര് നമ്മളെ കൈക്കൊണ്ടില്ലെങ്കിൽ അവിടെ നിന്ന് വരുമ്പോ തട്ടിക്കൊടഞ്ഞിട്ടിട്ട്, കാരണം അവരുടെ വീട്ടിലെ പൊടി പോലും വേണ്ട. കർത്താവിന്റെ നാമത്തിൽ വരുന്ന ഒരു വ്യക്തിയെ സൽക്കരിക്കുവാൻ, കാരണം ഇന്നത്തെ നമ്മുടെ കാലഘട്ടത്തിനനുസരിച്ച് ഇത് നടക്കുമോ എന്ന് എനിക്ക് തന്നെ സംശയമുണ്ട്. കാരണം നമ്മളൊരിടത്തേക്ക് ചെന്ന് കഴിഞ്ഞാൽ നമ്മുടെ ഭൂതം അറിയണം, ഭാവി അറിയണം, നമ്മുടെ ആധാരരേഖ അറിയണം, ചർച്ച അറിയണം, ഏത് ചർച്ച എന്നറിയണം, എത്ര വർഷമായെന്നറിയണം. ഇതെല്ലാം അറിഞ്ഞു മാത്രമേ നമ്മൾ ഒരു ഭവനത്തിലേക്ക് കൈക്കൊള്ളൂ. അതറിഞ്ഞാൽ പോലും പിന്നെ നമ്മളിലൂടെ വന്നിരിക്കുന്ന വാക്കുകളിൽ നിന്ന് ചില വാക്കുകളെ, തുമ്പുവാക്കുകളെ പിടിച്ചെടുത്തുകൊണ്ട് അവർ തന്നെ ചില കാര്യങ്ങളെ കൽപ്പിച്ചുണ്ടാക്കി വെച്ച് ചിന്തിച്ചു കൂട്ടുന്ന ഒരു പ്രക്രിയ ആണ് ഇന്ന് മിക്കവാറും ഉള്ളത്. എന്നാൽ കർത്താവിന്റെ നാമത്തിൽ അവിടെ നമ്മൾ ഏറ്റെടുക്കുന്ന വ്യക്തികളെ, അവിടെ ഒരു കാര്യമുണ്ട്. നമ്മള് വെളിപ്പാട് പുസ്തകത്തിലെ സഭകളോട് ദൈവം പറയുമ്പോൾ പരീക്ഷിച്ചു നോക്കേണ്ടുന്നിടത്ത് നമ്മൾ പരീക്ഷിച്ചു നോക്കണ്ടെന്ന് പറയുന്നില്ല, പരീക്ഷിക്കണം, കൃത്യമായിട്ട് മനസ്സിലാക്കണം, ക്രിസ്തുവിന്റെ വേലക്കാര് തന്നെയാണോ എന്നുള്ള ശോധന ചെയ്യണം. പക്ഷെ അങ്ങനെ ശോധന ചെയ്തിട്ട് അവരെ നമ്മൾ കൈക്കൊള്ളാതെ അവരുടെ വസ്ത്രമും വേഷവിധാനങ്ങളും മറ്റ് കണ്ടിട്ട് പിച്ചക്കാരിയെ പോലൊന്നും അല്ലെങ്കിൽ കർത്താവിനെ സേവിക്കുന്നവർ ഇങ്ങനെയാണോ ഇരിക്കുന്നത് എന്നൊക്കെ ഉള്ള കാഴ്ചപ്പാട് നമ്മളവിടെ തള്ളിക്കളഞ്ഞാൽ ആ വീട്ടിലെ സമാധാനം ആ വ്യക്തിക്കൊപ്പം മടങ്ങിപ്പോകണം. ആ വീടോ പട്ടണമോ വിട്ടുപോകുമ്പോൾ നിങ്ങളുടെ കാലിലെ പൊടി തട്ടിക്കളയുവിൻ. ന്യായവിധി ദിവസത്തിൽ ആ പട്ടണത്തെക്കാൾ സോദോമ്യരുടെയും ദാമോര്യരുടെയും ദേശത്തിന് സഹിക്കാവതാകും എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. കാരണം അത്രത്തോളം അങ്ങനെ ദൈവത്തിന്റെ നാമത്തിൽ വരുന്ന ഒരു വ്യക്തിയെ കൈക്കൊള്ളാതെ നമ്മൾ മടക്കി അയച്ചാൽ അവിടെ വലിയ അനർത്ഥമായിരിക്കും ന്യായവിധി ദിവസത്തിൽ ഉണ്ടാകുക. യോഗ്യതയുള്ള ഭവനം എന്ന് പറയുന്നത് ഒരുപക്ഷെ ക്രിസ്തുവിന്റെ അനുയായികളായിട്ടുള്ളവരുടെ വീട് തന്നെ ആകണമെന്നില്ല, ജാതികളാകാം. എങ്ങനെയായിരുന്നാലും ഒരു ഭവനത്തിൽ ചെല്ലുമ്പോൾ നമ്മൾ അവിടെ വന്ദനം പറഞ്ഞ് അവിടേക്ക് കടക്കുക എന്നുള്ളതാണ്.